വാഴക്കൊല മൂക്കാതെ പൊട്ടി വീണു. ഇത് നമുക്കിനി മെഴുക്ക് വരട്ടി എടുക്കാൻ പറ്റും. ശരിക്കും മൂത്തിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് തൊലിയൊക്കെ പോക്കിയിട്ട് അരിഞ്ഞെടുക്കട്ടെ. ഇത് ആണിപ്പൂവനാണ്. അപ്പോൾ കുറച്ച് വേവുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം തിരുമ്മിയിട്ടാണ് അടുപ്പത്ത് വെച്ചത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് വേവട്ടെ. നല്ല ടേസ്റ്റുള്ള കായാണ്. കയ്യിൽ കറയാവാണ്ടിരിക്കാൻ കുറച്ച് മെഴുക്ക് പരട്ടിയിട്ട് മുറിക്കുക. കയ്യിലാണ് മുറിക്കുന്നതെങ്കിൽ കുറച്ച് കറി ഉണ്ടാവും ഇതിന്. അപ്പോൾ മെഴുക്ക് പരട്ടി കൊടുത്താൽ മതി കയ്യിൽ. കുറച്ച് കറിവേപ്പില ചേർത്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. മെഴുക്ക് പരട്ടി റെഡിയായി. താങ്ക് യു.